ശ്രീ മുകേഷ്, താങ്കൾ ഇപ്പോൾ അവിടെ എവിടെയാണുള്ളത്? ഈ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്കൊക്കെ തിരിച്ചെത്താൻ ഉള്ളവർ താങ്കളെ ബന്ധപ്പെടുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഞങ്ങളിപ്പം MLA ഹോസ്റ്റൽ, ഇവിടുത്തെ പിന്നെ കാശ്മീരിലെ ശ്രീനഗറിലെ MLA ഹോസ്റ്റലിലാണ്. ഞങ്ങൾ MLA മാരും ഫാമിലി എല്ലാം ഉണ്ട്. അപ്പം രാവിലെ തന്നെ ഞങ്ങൾ നേരെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോയി. അവിടെയാണ് എല്ലാ ബോഡിയും വെച്ചിരിക്കുന്നത്. അപ്പൊ രാമചന്ദ്രന്റെ ബോഡി നമ്മൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഹോമേജ് ആദരാഞ്ജലികൾ അർപ്പിച്ചു, റീത്ത് വെച്ചു. അതിനുശേഷം അവിടെ നിന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രി, ഗവർണർ, കർണാടക മന്ത്രി, ഞങ്ങൾ ഇവിടുത്തെ MLA മാരാണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ, ഞങ്ങൾ അവിടുന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും ഞങ്ങളും കൂടെ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു. അതിനുശേഷം KC വേണുഗോപാൽ വന്നു. പിന്നെ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും വന്നു. വളരെ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. മരിച്ചവരുടെ പിന്നെ ആശ്രിതരും അവരെ മക്കളും അച്ഛനും അമ്മയും എല്ലാം മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒക്കെ അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഞങ്ങള് ഇത്രയും പിന്നെ എന്താ പറയുന്നത്, സേഫ് ആയിട്ടില്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾ ടൂറിസ്റ്റായിട്ട് ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവര് ആ ഒരു വേദനയിൽ എല്ലാം വളരെ ക്ഷമയോടെ എല്ലാവരും കേട്ടു നിന്നു. എന്ത് ചെയ്യണം, എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഇത് സംഭവിക്കില്ല എന്നൊക്കെ ഉള്ള ലൈനിലാണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ ഇപ്പം രാമചന്ദ്രന്റെ ബോഡി നേരെ ഇവിടെ ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി എയർപോർട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. തിരിച്ച് ഞങ്ങള് ശ്രീ മുകേഷ്, താങ്കൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയത് എന്തെങ്കിലും ഔദ്യോഗിക പരിപാടിയാണോ? എന്താണ് അതുമായി ബന്ധം? അതെ, അഷുറൻസ് കമ്മിറ്റിയുടെ ഒരു ടൂറാണ്. ടൂർ എന്ന് പറഞ്ഞ ഒരു ഇവിടുത്തെ സ്പീക്കറെ കാണുക, ഇവിടുത്തെ നിയമസഭയിൽ പോവുക, അവരുമായിട്ട് സിസ്റ്റർ കൺസേണുമായിട്ട് സംസാരിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഒരു റുട്ടീൻ ടൂറാണത്. ഇന്നലെ വൈകുന്നേരം എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് വേറെ അതല്ലാതെ ഇങ്ങനത്തെ ഔദ്യോഗിക കാര്യങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ടൂർ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നോ ഈ പഹൽഗാം? ഒന്നുമില്ല. അത് ഇപ്പം അതിന്റെ കൂട്ടത്തില് സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയമുണ്ട്. എന്നാലും പ്രധാനമായിട്ടും ഇതാണ് നമ്മൾ ഈ ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പഹൽഗാമിലോ മറ്റോ പോവാൻ പ്ലാൻ ചെയ്തിരുന്നോ? ഇല്ല, പ്ലാൻ ചെയ്തില്ല. ഞങ്ങൾ ഇന്ന് ശരിക്കും ഈ സിസ്റ്റർ കൺസേൺ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ശരിക്കും ഒരു സൈറ്റ് സീയിങ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഈ പഹൽഗാം ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പം ഇങ്ങോട്ടും പോകാൻ പറ്റുന്നത്, ഇവിടെ കർഫ്യൂ ആണ്. ഇന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ വൻ സെക്യൂരിറ്റിയിലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. റോഡിലൊക്കെ എല്ലാം BSFകാരും പട്ടാളക്കാരും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഈ കൊച്ചിയിലെ രാമചന്ദ്രന്റെ ഫാമിലിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ ശ്രീ മുകേഷ്? സംസാരിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊരു ദുഃഖ കാര്യമാണ്. രാമചന്ദ്രന്റെ വൈഫ് അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല. ഫോണിൽ കൂടി മകളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. മകളാണ് ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുകയാണ്. അത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ്. അവർ നേരെ അങ്ങ് എയർപോർട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ഇവിടെ ബോഡിയുള്ള സ്ഥലത്തേക്ക് വരണ്ട എന്നുള്ളതായിരുന്നു തീരുമാനം. മകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ മുന്നിലാണ് ഈ ആക്രമണം നടക്കുന്നത്. കൺമുന്നിലിട്ടാണ് അച്ഛനെ കൊല്ലുന്നത്. ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഒരു ആശുപത്രി കിടന്ന് മരിക്കുകയോ അതല്ലെങ്കിൽ ഒരു ഒരു ഏറ്റുമുട്ടൽ, അതൊന്നും അല്ലല്ലോ. ടൂറിസ്റ്റ് ആയിട്ട് ഏറ്റവും അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, എയർപോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് ലോകത്തിന്റെ പർദീസ, പാരഡൈസ് ഓഫ് ദ എർത്ത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ വന്ന് ഫാമിലിയായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട്, അംബീഷനാണ് അത്. ആൾക്കാർ പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ അംബീഷൻ ആയിരുന്നു ശ്രീനഗറിൽ വരേണ്ടത്. അപ്പം അത് ഇങ്ങനായിപ്പോയല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുഃഖം. ഈ അവിടെ ഇപ്പോഴും ഒരുപാട് മലയാളികൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഈ പുറത്തൊന്നും ഇറങ്ങാൻ കഴിയാതെ. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ശ്രീനഗറിലേക്ക് വരുന്ന. ഗ്രൂപ്പും ഫാമിലീസും അല്ലാതെയും എല്ലാവരുമായിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അതാണ് ഭയങ്കര ദുഃഖമായിപ്പോയി. ഈ താങ്കൾക്ക് കഴിഞ്ഞ ദിവസം രാവിലെ എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കശ്മീരാണെന്ന് തോന്നാത്ത വിധത്തിൽ, പട്ടാളക്കാരെയൊന്നും ആ വിധത്തിൽ കാണാത്ത അങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷമായിരുന്നിരിക്കുമല്ലോ ഇന്നലെ രാവിലെ, അല്ലേ?
അതല്ലേ അതെ, ഈ വിധത്തിൽ ചേഞ്ച് ആയിരിക്കുന്നത്? അപ്പോൾ ഈ തിരിച്ചെത്താനുള്ളവരൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? അവർക്ക് വിമാന സർവീസുകളൊക്കെ അധികം അനുവദിച്ചിട്ടുണ്ടോ? എന്താണ്? അല്ല, അത് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അവരെവിടെയൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അത് നമ്മൾ മാക്സിമം നോക്കുകയാണ്. അവരെല്ലാവരെയും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുകയാണ് നമ്മൾ. നന്ദി ശ്രീ എം മുകേഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം ഇപ്പോൾ ജമ്മു കാശ്മീരിലാണുള്ളത്, ശ്രീനഗറിലാണ് ഉള്ളത്. ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട MLA-മാർ എത്തിയ ആ സംഘത്തിൽ എം മുകേഷും ഉണ്ടായിരുന്നു. ഈ രാമചന്ദ്രൻ്റെ ഫാമിലിയെ അടക്കം അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്, മകളോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഇവരും കൂടി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വലിയ നന്ദി ഏതായാലും നമ്മളോട് സംസാരിച്ചത്.